പൊടിക്കാറ്റിൽ നീന്തിയെത്തിയ മകനെ ഉറക്കി കിടത്തി അമ്മ ജാലകത്തിനടുത്തിരുന്നു. വെളിയിൽ അരണ്ട നിലാവും കുറേശ്ശെ മഞ്ഞുമുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയിരിക്കെ രാത്രിയിലൂടെ ഒരു ലക്ഷ്യവുമില്ലാതെ അലഞ്ഞു നടക്കുന്ന പ്രേതങ്ങളെ താൻ കാണുന്നുവെന്ന് അമ്മയ്ക്ക് തോന്നി. മരങ്ങൾക്കിടയിലേക്ക് നോക്കിയപ്പോൾ അവിടെ തിളയ്ക്കുന്നൊരു കുട്ടകത്തിന് ചുറ്റുമായി 3 ദുർമന്ത്രവാദിനികൾ ഇരിക്കുന്നതായി അമ്മ കണ്ടു. കുട്ടകത്തിൽ നിന്ന് ആവി പൊങ്ങി അതിനടിയിൽ തീ ആളിക്കൊണ്ടിരുന്നു. അമ്മ പിന്നെയും കണ്ടു, ഒരു മരത്തിന് പിറകിൽ നിന്ന് തുറുകണ്ണോടെ മെല്ലെ ഒരു ഭൂതം തല നീട്ടുന്നു. അമ്മേ, എന്താ മോനെ? അമ്മ പിടഞ്ഞെണീറ്റ് കട്ടിലിനടുത്തേക്ക് ചെന്നു. അമ്മ ഇവിടെ തന്നെ ഉണ്ട്. എന്താ വേണ്ടതിൻ്റെ ഉണ്ണിക്ക്? ഉണ്ണി അതൊന്നും കേട്ടില്ല. അവൻ മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ ഉറങ്ങുകയായിരുന്നു. ഉറക്കത്തിൽ വലതുവശത്തേക്ക് ചരിഞ്ഞു. പിന്നെ എന്തോ അവ്യക്തമായി പറഞ്ഞ് ഞരങ്ങിക്കൊണ്ട് മലർന്നു കിടന്നു. ഉണ്ണി! അവൻ കൈകൾ ഇരുവശത്തും നീട്ടിവെച്ച് കാലുകൾ തെല്ലകറ്റി അനങ്ങാതെ കിടന്നു. സീലിംഗ് ഫാനിൻ്റെ ശബ്ദം മാത്രം. അമ്മ കുറച്ചു നേരം ഉണ്ണിയെ നേരിയ വിറയലോടെ ഉറ്റുനോക്കി. പിന്നെ ജാലകത്തിനടുത്തേക്ക് പിൻവാങ്ങി. അവിടെ കസേരയിലിരുന്ന് ഉണ്ണിയെ നോക്കി. ഉറങ്ങില്ലെന്ന് തീർച്ചപ്പെടുത്തിയതായിരുന്നു. ഉറക്കം വന്ന് കണ്ണുകളെ മൂടരുതേ എന്ന് പ്രാർത്ഥിച്ചതായിരുന്നു. എന്നിട്ടും അറിയാതെ അമ്മയുടെ മിഴികൾ അടഞ്ഞുപോയി. ഉണർന്നത് വെളിയിൽ നിന്ന് അലർച്ച പോലുള്ള ചിരികൾ കേട്ടാണ്. ഇരുളിൽ നിന്നുകൊണ്ട് ആരൊക്കെയോ ഉറക്കെ ചിരിക്കുകയായിരുന്നു. നേരം പാതിര കഴിഞ്ഞിരുന്നു. ഒട്ടും നേരത്തേക്ക് അമ്മ സ്തബ്ധയായി മിഴിച്ചിരുന്ന് ഇരുട്ടിലേക്ക് ചെവിയോർത്തു. നിശബ്ദത, പേടിപ്പെടുത്തുന്ന നിശബ്ദത. പെട്ടെന്ന് അമ്മയ്ക്ക് എന്തോ ഓർമ്മ വന്നു. ഒരു തണുത്ത വിറയൽ കീഴോട്ടിറങ്ങി. അമ്മ ചാടി എണീറ്റ് ചങ്കിടിപ്പോടെ കിടക്കയ്ക്കരിയിലേക്ക് ചെന്നു. ഉണ്ണി കിടക്കയിലുണ്ട്. സീലിംഗ് ഫാൻ കറങ്ങുന്നു. ഈശ്വരാ! അമ്മ കുളിമുറിയിലേക്ക് ചെന്ന് തണുത്ത വെള്ളം ഇരു കൈകൊണ്ടും മുഖത്ത് കോരി ഒഴിച്ചു. അമ്മ തിരികെ കസേരയിൽ ചെന്നിരുന്നു. ഉണ്ണിയുടെ നേർക്ക് നോക്കി. അമ്മയ്ക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല. മുഖം പൊത്തി അമ്മ വിതുമ്പി കരഞ്ഞു. എന്നാലും എൻ്റെ ഉണ്ണി പറഞ്ഞു കളഞ്ഞല്ലോ, ഇന്ന് രാത്രി സീലിംഗ് ഫാനിൽ തൂങ്ങി മരിക്കുമെന്ന്.